ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും ദൈവവചനം ധ്യാനിക്കാനായിട്ട് നമുക്ക് കർത്താവ് അവസരം തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ദൈവവചനങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. നമ്മുടെ പ്രിയ അബ്രഹാം പാസ്റ്റർ യാത്രയിലാണ്. ഇന്നും നാളെ അദ്ദേഹം തൻ്റെ ഡോക്ടറേറ്റ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഏകദേശം 1 മാസത്തോളം അദ്ദേഹം ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ദൈവവചന ഭാഗത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ കർത്താവ് യെരുശലേമിനോട് സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പല ദൈവവചന ഭാഗങ്ങളിൽ പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ദൈവവചന ഭാഗങ്ങളുടെ നിവൃത്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് 2 കുരുടന്മാര് കർത്താവിനോട് നിലവിളിക്കുന്നതും, കർത്താവ് തന്റെ ക്രൂശീകരണത്തിന് ഏകദേശം ഒരാഴ്ച മുമ്പ് എന്ന് നമുക്ക് പറയാം, ആ സമയത്ത് എന്നാൽ വളരെ ധൈര്യത്തോടെയും മനസാന്നിധ്യത്തോടെയും തനിക്ക് സംഭവിക്കാനുള്ളത് എന്താണെന്ന് ശിഷ്യന്മാരോട് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അല്ല പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അവരെ മാനുഷികമായിട്ട് അവർ വളരെ തകർന്നു പോയേക്കാം. അതുകൊണ്ട് വ്യക്തമായിട്ട് 3-ാമത്തെ പ്രാവശ്യവും കർത്താവ് അവരോട് പറയുന്നു, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണ്. യെരുശലേമിലേക്ക് പോകുന്നത് ഉത്സവത്തിനോ പെസഹയ്ക്കോ ഒക്കെ പോവുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കും. സത്യം പറഞ്ഞാൽ ഈ പെസഹയുടെ കുഞ്ഞാട് താൻ തന്നെയാണ്, കർത്താവ് തന്നെയാണ്. ആ പെസഹ ഏതർത്ഥത്തിൽ ഇത്രയും നാൾ ആചരിക്കപ്പെട്ടുവോ അത് യഥാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടാൻ പോകുന്ന ഒരു അനുഭവമാണ് ഈ പെസഹയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞു എന്നല്ല പറയുന്നത്. താൻ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വഴിയിലാണ് ഈ പറഞ്ഞ തിമായിയുടെ മകൻ ബർത്തിമായി, അദ്ദേഹത്തിന്റെ കൂടെ വേറൊരു വ്യക്തിയുണ്ട് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഇന്നലെ വായിക്കാനിടയായി തീർന്നല്ലോ. അവൻ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്നലെ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പം ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം, അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമല അരികെ ബേത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ പറയപ്പെടുന്ന സംഭവം ഒരു സുവിശേഷത്തിൽ മാത്രമല്ല, 4 സുവിശേഷങ്ങളിലും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം എന്നീ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. വളരെ പല വശങ്ങൾ അതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ കർത്താവ് യെരുശലേമിനെ സമീപിക്കുകയും യെരുശലേമിലേക്ക് കഴുതക്കുട്ടിപ്പുറത്ത് കയറി പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. യെരുശലേമിനടുത്ത് ബേത്ഫാഗെ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ഫിഗ്സ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് യേശു കർത്താവ് തന്റെ ജീവിതത്തിൽ, തന്റെ ജീവിതകാലത്ത് പല നിലയിലുള്ള തന്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തന്റെ പിതാവിനെ ആശ്രയിച്ചതായിട്ടും, ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, മുൻനിർണയമനുസരിച്ച്, മുന്നറിവനുസരിച്ച് കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ചിന്തിച്ചത്, ടാക്സ് കളക്ട് ചെയ്യാനായിട്ട്, ദ്രഹ്മപ്പണം കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ കടന്നു വന്നപ്പോൾ കർത്താവ് അത് പറയുകയും അതിനെപ്പറ്റി കാര്യങ്ങൾ ചോദിക്കുകയും, പിന്നെ ശീമോനോട് നീ പോയി ചൂണ്ടയിട്ട് ആ മീനെ പിടിച്ച് ചതുർദ്രഹ്മപ്പണം അതിന്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, അത് നീ എനിക്കും നിനക്കും വേണ്ടി നീ അത് കൊടുക്കുക, നാം അവർക്ക് ഇടർച്ച വരുത്തരുതല്ലോ എന്ന് പറഞ്ഞത് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ പല സ്ഥലങ്ങളിലും നമുക്കറിയാം, വിശന്നിരുന്നപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കർത്താവ് തന്റെ അത്ഭുതകരമായിട്ടുള്ള ആ രീതിയിൽ കർത്താവിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കടന്നു വരുമ്പോഴും കർത്താവിന് യെരുശലേമിലേക്ക് കടന്നു പോകാനായിട്ടുള്ള കഴുതയുടെ കാര്യമാണ്. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സാറ് പണ്ട് ഉണ്ടായിരുന്നല്ല, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. പ്രിയ മാത്യു പി തോമസ് സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, കർത്താവിന്റെ
ജനനം മുതൽ മരണം വരെ അദ്ദേഹം ആ, കടം, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നും ഇല്ലായിരുന്നു, പലതും കടം മേടിച്ചാണ് അദ്ദേഹം ആ, ചെയ്തത് എന്നുള്ള ഒരു നിലയിൽ അദ്ദേഹം പല ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അപ്പം ആ, ഇവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ആ, കഴുതയെ, ആ, ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും എന്ന് നമുക്ക് അവിടെ വായിക്കാം. ആ, മറ്റുള്ള സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോഴും വേറൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. കർത്താവിന് പെസഹ കഴിക്കാനുള്ള സ്ഥലം എവിടെ ആ, എന്ന് ചോദിക്കുന്ന ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ കർത്താവ് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിരെ വിടും, അവനോട് ചോദിച്ചാൽ മതി കർത്താവ് എവിടെയാണ് ഇത് കഴിക്കേണ്ടത് എന്ന് ആ, ചോദിക്കുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാര്യം തന്നെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നും. നമ്മളിപ്പം ആരോടെങ്കിലും പോയി പറഞ്ഞിട്ട് നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ആ, ഒരു അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എവിടെങ്കിലും കണ്ടാൽ നമ്മളത് പോയി എടുത്തിട്ട് നമ്മൾ അവരോട് പറയും ഇത് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ദൈവഹിതമനുസരിച്ച് ഈ കാര്യങ്ങൾ എത്ര അത്ഭുതകരമായിട്ട് നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കാണാം, പെൺകഴുതയെ അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ട് വരുവിൻ, നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ, തക്ഷണം അവൻ അവയെ അയക്കും എന്ന് അവിടെ വായിക്കും. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ലോകത്ത് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് കടന്നു വന്നത്. അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അതുപോലെ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ളത്. നമ്മൾ കർത്താവിനെ പരീക്ഷിച്ച സമയത്ത് തന്നെ അന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞതാണ്. കാരണം അവനെ ആലയത്തിന്റെ അഗ്രത്തിന്മേൽ കൊണ്ട് നിർത്തി, എന്നിട്ടാണ് പറയുന്നത് അവിടുന്ന് ചാടുക, അല്ലെങ്കിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട് കർത്താവിനെ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം നമുക്കറിയാമല്ലോ ആലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ടുപോയി നിർത്തി എന്ന് പറയുന്നതിന് ഇതുപോലെ വേറൊരു ഇന്റർപ്രിട്ടേഷനും കൂടെ ഉണ്ട്. കാരണം മശിഹ രണ്ടാമത് വെളിപ്പെടുമ്പോൾ അവൻ ആലയത്തിന്റെ അറ്റത്ത് നിന്നാണ് വെളിപ്പെടുന്നത്. അത് മലാക്കി പ്രവചനത്തിൽ അവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും എന്നൊരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമെന്നുള്ള ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആലയത്തിന്റെ അഗ്രത്തിൽ നിന്നായിരിക്കും ആലയത്തിന്റെ മോന്തായവും നമ്മൾ പറയുന്ന ഏറ്റവും ഉയർന്ന സ്ഥലം, അവിടുന്ന് ആയിരിക്കും ഒരുപക്ഷെ മശിഹ വെളിപ്പെടുന്നത് എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ കൂടെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ അവിടെ വ്യക്തമായി കാണുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ അവിടെ എഴുതിയേക്കുന്നത് ദൈവരാജ്യം പെട്ടെന്ന് വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും എന്നും കൂടെ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ദൈവരാജ്യം പെട്ടെന്ന് വെളിപ്പെടും എന്ന് അവർക്ക് അപ്പോൾ തോന്നി. ആത്മീയമായിട്ട് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പലതും ഗ്രഹിച്ചില്ലെങ്കിൽ തന്നെ ഭൗതികമായിട്ടുള്ള ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിനെ കുറിച്ചും ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള വരവിനെ കുറിച്ചും ഒക്കെ ഏകദേശ ധാരണയുള്ളവരായിരുന്നു ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ വായിക്കുന്ന കഴുതയെ തെരഞ്ഞെടുക്കുകയും കഴുതക്കുട്ടി പുറത്ത് കയറി കർത്താവ് വരുന്നതിനെ കുറിച്ച് സക്കറിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നമുക്ക് മാത്രമല്ല സക്കറിയ പ്രവചനം പരിചയമുള്ള പലർക്കും അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവിന്റെ ഈ ലോകത്തിലേക്കുള്ള രണ്ട് വരവുകൾ, കർത്താവ് ജഡം ധരിച്ച് ലോകത്തിലേക്ക് വന്ന് പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതും അതുപോലെ തന്നെ ജയശാലിയായി അതിനുശേഷം കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും അടുത്തടുത്ത വാക്യങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് സക്കറിയ പ്രവചനത്തിലെ ഈ ഭാഗം. നമുക്കറിയാവുന്ന പോലെ സക്കറിയ പ്രവചനം 9-ാം അധ്യായം അതിന് 9-ഉം 10-ഉം വാക്യങ്ങളിലാണ് ഈ അത്ഭുതം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ രണ്ട് വാക്യങ്ങളുടെ ഇടയിലെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2000-ൽ അധികം വർഷങ്ങൾ. നമുക്ക് എത്രാന്ന് ഇപ്പൊ പറയാൻ പറ്റുകയില്ല, കർത്താവ് വന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ എത്ര വർഷമാണ്. ഈ രണ്ട് വരവിന്റെ ഇടയിലുള്ള ഈ കാലം അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാതെ രണ്ടും ഒന്നാണെന്ന് നമുക്ക് തോന്നിക്കുന്നത് പോലെ അവിടെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും രണ്ട് വരവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് ലോകത്ത് കടന്നു വന്നപ്പോൾ താൻ ലോകത്തെ വിധിപ്പാനല്ല, ഈ ലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ
അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലായി കൊടുക്കാനും അത്രേ മനുഷ്യപുത്രൻ കടന്നു വന്നത് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നല്ലോ. അപ്പം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, 20-ാം അധ്യായം 28-ാം വാക്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ കടന്നു വന്നത്. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുമ്പം അവര് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. അത് കേവലം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമോചനം എന്നുള്ളൊരു നിലയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, അതിൽ ഏകദേശം 165 വർഷം മുമ്പ് മക്കബായരുടെ സമയത്ത് സംഭവിച്ചിട്ടുള്ള വിപ്ലവവും അന്ന് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അന്നത്തെ ആ വിപ്ലവത്തിൽ അത്ഭുതകരമായിട്ട് യെരൂശലേം വീണ്ടെടുക്കുകയും ആലയം പിന്നെയും പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ പല വിമോചകന്മാര് നമുക്കറിയാം, ന്യായാധിപന്മാരുടെ കാലത്ത്, അതുപോലെ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ ദൈവം പല പ്രയാസങ്ങളിലൂടെ ഇസ്രായേൽ മക്കള് അവർ കടന്നു പോയെങ്കിലും അതാത് സമയങ്ങളിൽ ഓരോ വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കുകയും അവരെ ഉപയോഗിച്ച് ദൈവം ഇതുപോലുള്ള രാഷ്ട്രീയമായ അടിമത്തത്തിൽ നിന്നും മറ്റുള്ള ജാതീയമായ മേധാവിത്വങ്ങളിൽ നിന്നെല്ലാം അവരെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഏകദേശം അതുപോലെ ഒരു കാര്യമാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ആത്മാവും ദേഹവും ദേഹിയും ഉള്ള ഒരു വ്യക്തിക്ക് അവനെ കേവലം ശാരീരികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഭൗതികമായ ഒരു സ്വാതന്ത്ര്യവും അല്ല ദൈവരാജ്യം എന്ന് പറഞ്ഞതുകൊണ്ട് വിഭാവനം ചെയ്യുന്നതെന്നും അത് ആത്മാവിൽ ആരംഭിക്കുകയും തുടർന്ന് അതൊരു ഭൗതിക തലത്തിലേക്ക് കടന്നു വരുന്ന ഒരു നിലയിലാണ് കർത്താവ് അത് പഠിപ്പിച്ചതെങ്കിലും പറഞ്ഞതെങ്കിലും അവർക്ക് കാര്യങ്ങൾ ഗ്രഹിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അവർക്കതിന്റെ അടയാളങ്ങളൊക്കെ അറിയാം. അവര് പ്രതീക്ഷിച്ച് നിൽക്കുക, ഇപ്പൊ ആലയത്തിന്റെ മീതേ നിന്ന് മലാഖിയിൽ വായിക്കുന്ന പോലെ മശീഹ അങ്ങോട്ട് വെളിപ്പെടും. അതുപോലെ തന്നെ ഈ കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്ന മശീഹയെ കുറിച്ച് അവർക്ക് നല്ല നിശ്ചയമാണ്. ഒരു പക്ഷെ നമുക്ക് പറയാൻ കഴിയത്തില്ല, കർത്താവ് തന്റെ അധികാരത്തിലും ശ്രേഷ്ഠ അധികാരത്തിൽ വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നുകൊണ്ട് കർത്താവ് ഒരു പക്ഷേ ഈ പറഞ്ഞപ്പോൾ അത് ദൈവീകമായിട്ടുള്ളൊരു നിയോഗത്താൽ സംഭവിച്ച ഒരു കാര്യം ആയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഒരു ചെറിയൊരു സാധ്യത നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ആ സമയത്ത് വളരെ വിഷമകരമായ രാഷ്ട്രീയ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ നമ്മൾ മിസ്രൈമിലെ ഇത് വായിക്കുന്ന പോലെ കണ്ടു അവരുടെ കേട്ടു എന്ന് നമ്മൾ അവരുടെ കഷ്ടതയെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും വായിക്കുന്ന പോലെ ഏകദേശം അതുപോലുള്ള ഒരു അനുഭവത്തിലൂടെ ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള അടിമത്തത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഇപ്പം കർത്താവ് പ്രത്യക്ഷമാകും. ഇതൊക്കെയാണ് അതിന് ഭൗതികമായിട്ട് നിവർത്തിക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ. അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹം ഒരു കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരും. അല്ലെങ്കിൽ ഇതൊക്കെ ദൈവവചന പ്രകാരം അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, കർത്താവിന്റെ വരവിനെ കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വരവിനെ കുറിച്ചല്ല, ആദ്യത്തെ വരവിനെ കുറിച്ച് ഞാൻ ഉദ്ദേശിക്കും. നമുക്കറിയാമല്ലോ, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം വായിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ ഇരമ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയും ഇരമ്യാവിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 9-ാം അധ്യായത്തിൽ വായിക്കുന്നത് 70 വർഷം എന്നുള്ള ഒരു കാലസംഖ്യ അദ്ദേഹം ഗ്രഹിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. തുടർന്ന് അതിനെക്കുറിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുടർന്നുള്ള കാര്യങ്ങൾ പലതും ദാനിയേലിന് വെളിപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. ദാനിയേൽ പ്രവചനം അതിന്റെ 9-ാം അധ്യായത്തിൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അവിടെ എന്താണ് ഒരു ഇന്റർസെസറി പ്രെയർ എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ദാനിയേൽ വ്യക്തിപരമായിട്ട് അതിനൊന്നും ഉത്തരവാദി അല്ലെങ്കിൽ തന്നെ തന്റെയും തന്റെ പ്രതിഭവനത്തിന്റെയും ഒക്കെ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്ത് വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ച് നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരോടും ദേശത്തിലെ സകലജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ചതിന് ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. കർത്താവെ, നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ. നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളയുന്ന സകല ദേശങ്ങളിൽ നിന്നും അവരെ എന്ന് പറഞ്ഞ് തുടർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോഴാണ് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 70 വർഷത്തിന് ശേഷം ഞാൻ അവരെ തിരിച്ചു വരുത്തും. അതിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ തന്നെ 70 വർഷമൊന്നും അല്ല, 2 വർഷം കൊണ്ട് തിരിച്ചു വരുത്തും എന്നൊക്കെ പറഞ്ഞ ചില പ്രവാചകന്മാരൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ, യിരെമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ. അപ്പം എന്നാൽ 70 വർഷം എന്നുള്ള കാലസംഖ്യയെ
വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഇസ്രയേലിനെ സംബന്ധിച്ചും ഉള്ള ചില ദൈവിക പദ്ധതികളെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ 70 വർഷം എന്നുള്ളത് അന്നേരം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രവചനത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് യിരെമ്യാവിലൂടെ. അത് ലിറ്ററലായിട്ട് അത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ 70 വർഷം ആ സമയത്ത് തന്നെ അവര് പ്രവാസത്തിൽ പോയവര് തിരിച്ചു വരാനായിട്ട് ആരംഭിച്ചു. എന്നാൽ തുടർന്ന് 3 ബാച്ചായിട്ട് അവർ പ്രവാസത്തിലേക്ക് പോയതുപോലെ തന്നെയാണ് 3 ബാച്ചായിട്ട് അവർ തിരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ രാവിലെ പോകുന്നില്ല, നമുക്കിത് വളരെ പഠിച്ചു നോക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ യിരെമ്യാവ് ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കുന്നതിന്റെ സാങ്കത്യം എന്താ? കാരണം ഓൾറെഡി എഴുതിയിരിക്കുന്നു, നടക്കാൻ പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നു, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതെ, അതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ചിലരൊക്കെ വിചാരിക്കുന്നത് ദൈവം അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചത് കൊണ്ടും പ്രാർത്ഥിച്ചില്ലേലും കാര്യം നടക്കുമെന്നൊക്കെ വിചാരിച്ച് അത് പ്രാർത്ഥനയിൽ നിന്നൊക്കെ മാറിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നമുക്കറിയാമല്ലോ, ആമേൻ കർത്താവേ വേഗം വരയണമേ. അപ്പൊ കർത്താവിനോട് ആമേൻ കർത്താവേ വേഗം വരയണമേ എന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ കർത്താവ് വരാതിരിക്കുവോ? ഒരിക്കലുമില്ല, കർത്താവ് വരിക തന്നെ ചെയ്യും. എന്നാൽ തന്റെ വിശുദ്ധന്മാരും കൂടെ അതിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലാണ് കർത്താവ് തന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ കൂടുതൽ രഹസ്യങ്ങളൊന്നും നമുക്ക് തപ്പിപ്പോകാൻ കഴിയത്തില്ലെങ്കിലും നമ്മളെയും ഈ ദൈവരാജ്യത്തെ സംബന്ധിച്ചും ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അവന്റെ വിശുദ്ധന്മാരെയും കൂടെ അവൻ പങ്കാളികളാക്കി ചേർത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് അത് ചെയ്യും. അപ്പൊ ഇതുപോലുള്ള ഉപവാസവും പ്രാർത്ഥനയും നിലവിളി ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാലും ദാനിയേല് അത് ദൈവസന്നിധിയിൽ ഇരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഇന്റർസീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ എഴുതപ്പെട്ട ചില വിഷയങ്ങൾക്ക് വേണ്ടി തന്നെ വിശുദ്ധന്മാര് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്, അതിന് വേണ്ടി ഒരുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ദൈവിക നിശ്ചയപ്രകാരം നടക്കുമെന്ന് ഉറപ്പുള്ള പല കാര്യങ്ങളും ദൈവവചനത്തിൽ എഴുതപ്പെട്ടപ്പോൾ തന്നെ അതിന് ദൈവമക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 70 ആഴ്ചവട്ടത്തിന്റെ വലിയൊരു രഹസ്യം അതിന്റെ 9-ാം അധ്യായം 20-ാം വാക്യം മുതൽ താഴത്തോട്ടുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിന്റെയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. മാത്രമല്ല അത് പല തർക്ക വിഷയമായിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ തന്നെ എന്തൊക്കെ തർക്ക വിഷയമാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ദൈവത്തിന്റെ വചനത്തിൽ ചില വർഷങ്ങളെക്കുറിച്ചും ദിവസങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഫുൾഫില് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവവചനത്തിൽ പറയപ്പെട്ട ഒരു കാര്യവും വൃഥാവായി പോകാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടില്ല. അതൊക്കെ അതിന്റെ ഫുൾഫിൽമെന്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളത് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു റോബർട്ട് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്കോട്ട്ലൻഡ് യാർഡിൽ ഉണ്ടായിരുന്ന ഒരു പോലീസോ അതുപോലെ ഒരു സൈനികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനെപ്പറ്റി ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് എന്ന് ഞാൻ കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള എസ്കറ്റോളജിക്കൽ വിഷയങ്ങളിൽ വലിയ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയല്ല. എന്നാൽ തന്നെ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നി. കാരണം നമ്മൾ ദൈവവചനത്തിൽ പുറപ്പാട് പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് അവരുടെ ആദ്യ മാസമായിട്ടുള്ള നീസാൻ മാസത്തിന്റെ, അതായത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യമോ നമ്മളവിടെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതെ, 10-ാം വാക്യം അവിടെയാണ് കാണുന്നത് പെസഹയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവിടെ അവര് വിടുവിക്കപ്പെട്ട സമയത്തുണ്ടാ അവർ ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങളെ കുറിച്ച്, ആദ്യത്തെ പെസഹയുടെ ചില ഒരുക്കങ്ങളെ കുറിച്ച് വായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 9-ാം അധ്യായം 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 12-3 ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടിയെ വീതം ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. അതിനെ 4 ദിവസം സൂക്ഷിച്ച് വെക്കുക. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിച്ചു വെക്കണം. ഓരോരുത്തൻ തിന്നേണ്ടതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന പെസഹയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം നമുക്ക് കാണാൻ കഴിയും.
അപ്പം ഇന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ പെസഹയ്ക്കായിട്ട് ഇവിടെ ആൾക്കാർ കടന്നു വന്നിരിക്കുകയാണ്. ദൈവവചനത്തിൽ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു ആണ് ആ പെസഹ കുഞ്ഞാടെന്ന് പൗലോസ് പറയുന്നത് പോലെ. അതുകൊണ്ട് നാം പഴയ പുളിപ്പ് കൊണ്ടല്ല, പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഉത്സവം ആചരിക്കണം എന്ന് അദ്ദേഹം ഇവിടെ പറയും. 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ അതേ നിലയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പെസഹ തുടങ്ങുന്നതിന് 4 ദിവസം മുന്നേ, നീസാൻ മാസം 10-ാം തീയതി എന്ന് പറയുന്ന എക്സാക്ട് ആ ദിവസമാണ് കർത്താവ് ഈ നമ്മൾ ഈ പറയുന്ന സംഭവം നടക്കുന്നതെന്നും ആ കഴുതക്കൊട്ടിപ്പുറത്ത് കയറി കർത്താവ് കടന്നു വരുന്നതെന്നും നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നെഹമ്യാവ് അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ അവിടെ ആ രാജധാനിയിൽ ഇരിക്കുമ്പോൾ വീഞ്ഞെടുത്ത് പകർന്നു കൊടുക്കുമ്പോൾ അവന്റെ മുഖം വളരെ വാടിയിരിക്കുന്നതിനെ സംബന്ധിച്ച് രാജാവ് അന്വേഷിക്കുകയും അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഉപവസിക്കുകയും അല്ലെങ്കിൽ അവിടെ തന്നെ അദ്ദേഹം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ പറഞ്ഞതുപോലെ ദാനിയേൽ ഏറ്റു പറഞ്ഞതുപോലുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അവിടെ വെച്ച് ചോദിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അർത്ഥശ്രേഷ്ഠ രാജാവ് അദ്ദേഹത്തിന് ചില കൽപ്പനകളൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ആ ദിവസം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചേക്കുന്നത് മാർച്ച് 14 ആണ് ആ ദിവസം 445 BC എന്ന് നമുക്ക് കാണാം. ഇതൊക്കെ അത് ഒരു ഗവേഷണത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അവിടെ ഡയറക്റ്റ് അത് അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തുമ്പുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്നാൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല 360 ദിവസം, കാരണം ബാബിലോണിൽ ഇരിക്കുമ്പോഴാണല്ലോ ഇത് ഉണ്ടാവുന്നത്. ബാബിലോണിയൻ കലണ്ടർ എന്ന് പറയുന്ന 360 ദിവസം, ഒരു വർഷത്തിൽ 360 ദിവസം എന്നുള്ള കണക്ക് വെച്ചിട്ട് 1,73,880 ദിവസങ്ങൾ എന്ന് അവിടെ അത് കണക്ക് കൂട്ടുന്നതായിട്ടും അത് ഏപ്രിൽ 6 AD 32, അത് എക്സാക്ട് ഈ ഏപ്രിൽ 6 AD 32 എന്ന് പറയുന്നത് 10-ാം തീയതി നീസാൻ മാസമാണ്. അവരുടെ വർഷങ്ങളുടെ ആരംഭമായിട്ടുള്ള നീസാൻ മാസത്തിന്റെ ഈ 10-ാം തീയതിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ എക്സാക്ട്ലി ഈ പറഞ്ഞ പ്രവചനം അനുസരിച്ച്, ദാനിയേലിന് വെളിപ്പെടുത്തിയ പ്രവചനം അനുസരിച്ചുള്ള ഒരു ദിവസമാണ് അന്ന് ഈ പറയുന്ന ദിവസം കർത്താവ് ഈ കഴുതക്കുട്ടിപ്പുറത്ത് കയറി പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ, ഒരുപക്ഷെ ഈ അഭിപ്രായങ്ങളോട് വിയോജിക്കുന്നവരുണ്ടാകാം. എസ്കറ്റോളജിയിലുള്ള കാര്യങ്ങളിൽ പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ. അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നാൽ പോലും എനിക്ക് ഈ കണക്ക് കേട്ടപ്പം എനിക്ക് ഒരു ഭയങ്കര ആശ്ചര്യവും, കർത്താവെ, ഒരു ദിവസം പോലും തെറ്റാതെ ഇത്ര കൃത്യമായിട്ട് നിന്റെ വചനത്തിൽ ഇതൊക്കെ പറയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് അത്ഭുതമല്ലാതെ വേറൊന്നുമല്ല. ദൈവം സർവജ്ഞാനിയായ ദൈവം, സകലത്തിന്മേലും അധികാരമുള്ളവനായിട്ടുള്ള ദൈവം, ഭാവിയെക്കുറിച്ച് ഇപ്പോഴുള്ള കാര്യങ്ങൾ പോലെ അറിയുന്നവനായിട്ടുള്ള ദൈവം, സമയത്തിന്റെ ലിമിറ്റിന്റെ ഉള്ളിൽ നിൽക്കാത്തവനായിട്ടുള്ള ഈ ദൈവം ഈ കാര്യങ്ങളെ ഈ വെളിപ്പെടുത്തിയപ്പോൾ കേവലം 70 വർഷം കൊണ്ട് ഈ ഇവിടം വിട്ടു പോകാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ പ്രാർത്ഥിച്ചതെങ്കിൽ പോലും, ദാനിയേൽ പ്രാർത്ഥിച്ചതെങ്കിൽ പോലും ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള ഭാവി കാലം മുഴുവൻ വെളിപ്പെടുന്നു. ദാനിയേലിന്റെ പുസ്തകം തന്നെ അതാണല്ലോ. അത് ആദ്യ സമയം മുതൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അന്നേരമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ദാനിയേൽ പ്രാർത്ഥിച്ചതെങ്കിലും ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കേവലം ചില സ്വപ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അന്നേരം രാജാവിന്റെ കോപത്തിൽ നിന്നും രാജാവിന്റെ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമല്ല, അത് യുഗങ്ങളിലേക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചും കൂടെയാണ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. ആ ബിംബത്തിന്റെ കാര്യം, തുടർന്നുള്ള പല ദർശനങ്ങൾ, വെളിപ്പാടുകളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹത്തിന് ചരിത്രത്തിന്റെ അവസാനം വരെ, അന്ത്യദിനം വരെയുള്ള പല കാര്യങ്ങളും കർത്താവ് അന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അന്ന് നമുക്കറിയാമല്ലോ, സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുന്ന ഒരു കാലയളവിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്നും ദാനിയേൽ പ്രവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയതിനേക്കാളും സ്ട്രോങ് ആയിട്ടും വ്യക്തമായിട്ടും ഉള്ള നിലയിലാണ് ദാനിയേൽ പ്രവചനത്തിൽ പല കാര്യങ്ങളും പറയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇത് 2 പ്രവചനങ്ങളുടെ ഫുൾഫിൽമെന്റ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഒന്ന്, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു നിറവേറല്. 2, നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നേരത്തെ വായിച്ച സക്കറിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ ആ ഇതിന്റെ നിറവേറല്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാത്തവരാണോ ഇസ്രായേൽ മക്കള്? അവർക്ക് പല കാര്യങ്ങളും അറിയാം, പല കാര്യങ്ങളും നിശ്ചയമുണ്ട്.
എന്നാൽ ഇത് ഒരു വ്യക്തി അവന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് തനിക്ക് വേണ്ടി മരിച്ചെന്നും മരിക്കുന്നെന്നും ആ പാപങ്ങൾ നീക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ ദൈവത്തിന്റെ മക്കളായിട്ട് തീരുമെന്നും അങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം ഒരു വ്യക്തിയുടെ ആത്മാവിൽ ആരംഭിക്കുന്നതെന്നും അവർ മനസ്സിലാക്കാതെ ഇത് കേവലം ഇതിനു മുന്നേ വന്നിട്ടുള്ള ചില രാജാക്കന്മാരും ചില ന്യായാധിപന്മാരും ചില ഇമ്പോർട്ടന്റ് വ്യക്തികൾ ചെയ്തതുപോലെ അവർ വാളും കുന്തവും ഒക്കെ എടുത്ത് പോരാടി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വലിയ ഒരു അടിമത്വത്തിലായിരിക്കും അവരന്ന് ചെയ്തതുപോലെ തന്നെ ചെയ്യും എന്ന് കർത്താവിനെ കുറിച്ച് പ്രതീക്ഷിക്കുക. എന്നാൽ അതിനുള്ള ഒരു സ്കോപ്പ് ഇവിടെ ഇല്ല. കാരണം ആശാരി പണിക്കനായിട്ട് വന്ന് വളരെ അങ്ങനെ ജീവിച്ച് വലിയ യോദ്ധാവോ നേതാവോ ഒന്നും അല്ല, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് സംസാരിച്ചുകൊണ്ട് എന്തിനാ ഈ കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നത്? പണ്ട് കാലത്ത് അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു പോലും എനിക്കറിയത്തില്ല. ഈ രാജാക്കന്മാര് ചില സാഹചര്യങ്ങളിൽ തങ്ങള് സ്നേഹിക്കുന്നെന്നും തങ്ങളെ താഴ്മ കാണിക്കാനുമായിട്ട് കഴുതയുടെ പുറത്ത് കയറി വരാറുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ തന്റെ താഴ്മ തെളിയിച്ചുകൊണ്ട് ഇതാ നിന്റെ രാജാവ്, നിന്റെ കർത്താവ് ഇതാ കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു, സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്ന് പറഞ്ഞു. കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിന് താഴെ നമ്മളത് വായിക്കും. ഇതാ നിന്റെ രാജാവ് കടന്നു വരുന്നു, വിനയാന്വിതനായിട്ട് താഴ്മയുള്ളവനായിട്ട് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്നിങ്ങനെ പ്രവാചകൻ അരുളി ചെയ്തത് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് അവർ കൽപ്പിച്ചതുപോലെ ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് ആൾക്കാരൊക്കെ തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു, വഴിയരികെല്ലാം അവർ ഹോശന്ന വിളിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് തുടർന്ന് വായിക്കാം. ഹോശന്ന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ ഞങ്ങളെ വിടുവിക്ക എന്നുള്ളതാണ്. ഹോശന്ന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക, ഡെലിവർ അസ് നൗ എന്ന് പറഞ്ഞാണ് അവര് വൃക്ഷത്തിന്റെ കൊമ്പുകളും ഒക്കെ എടുത്ത് തങ്ങളുടെ വസ്ത്രങ്ങളും ചിലവൊക്കെ വഴിയരിയിൽ വിരിച്ച് അങ്ങനെയാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നത്. അപ്പോൾ അവർക്ക് ഈ പ്രവചനങ്ങളെ കുറിച്ച് ഏകദേശ ധാരണ അവരുടെ ഉള്ളിലുണ്ട്. ഞാൻ ചോദിക്കുക, ഞാൻ ആലോചിക്കുക, ഇത് ആരെങ്കിലും നോട്ടീസ് കൊടുത്ത് ഇത് ഇന്ന സമയത്ത് കർത്താവ് വരും, അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ ബ്രാഞ്ചസ് വൃക്ഷത്തിന്റെ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ റെഡിയായിട്ട് നിന്നോ എന്ന് പറഞ്ഞിട്ട് വല്ല ചെയ്തതാണോ? അല്ല, നിശ്ചയമായിട്ടും പെസഹയ്ക്കായിട്ട് അവിടെ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്, വലിയൊരു ജനക്കൂട്ടം. നമുക്കറിയാമല്ലോ, പെസഹയുടെ സമയത്ത് 2,56,000 അത്രയും ആടുകളെയാണ്, 56,000 ആടുകൾ. ചില്ലറ പരിപാടിയല്ല പെസഹ എന്ന് പറയുന്നത്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും. ഇന്നലെ തന്നെ അബ്രഹാം പാസ്റ്റർ പറഞ്ഞല്ലോ, ഇത്രയോ ലക്ഷക്കണക്കിന്, ഞാനിവിടെ കണ്ട് അബ്രഹാം പാസ്റ്റർ പറഞ്ഞ കണക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയധികം ആൾക്കാര് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഒരു 10 പേർക്ക് ഒരാട് എന്നുള്ള നിലയിലാണ് അവർ ഇത്രയും 2,56,000 ആടുകളെ അവിടെ ബലി കഴിക്കുന്നത്, അല്ലെങ്കിൽ ആ ആടുകളെ കൊല്ലുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ചിലര് പറയുന്നത് ഈ രക്തം ഒഴുകി 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 ആ കിദ്രോൻ തോട് വരെ ഒഴുകുമായിരുന്നു. താഴെ തോടാ, നമുക്കറിയാം. ആ തോട് കടന്നിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഈ തോടിന്റെ അവിടം വരെ ഈ രക്തം, ആടുകളുടെ രക്തം, ഈ 2,56,000 ആടുകളെ കൊല്ലുമ്പോഴുണ്ടാകുന്ന രക്തം അവിടം വരെ ഒഴുകുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. എന്നാലും യെരൂശലേം വരെ ഒന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ കിദ്രോൻ തോടും ഈ പറയുന്ന കർത്താവ് പ്രാർത്ഥിച്ച ഗത്സമന തോട്ടവും ഇതൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്ന. ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഇതിങ്ങനെ കിടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് പോയാൽ കൊള്ളാമെന്ന് എന്റെ ഉള്ളിൽ ഈ ദിവസങ്ങളായിട്ട് കുറച്ച് ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് കാണാൻ കഴിയും, ഇതുമാത്രം പ്രാധാന്യമുള്ള ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും യഹൂദന്മാര് കടന്നു വന്ന് അവിടെ തമ്പടിച്ച് അവിടെ ഈ പെസഹയിൽ പങ്കാളിയായിട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഇതിനു മുന്നേ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ പെരുന്നാളിന് കടന്നു പോകുന്നതും അവിടെ കർത്താവ് നിന്നുകൊണ്ട് ഈ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന് പറഞ്ഞ ഒരു സാഹചര്യവും അന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു ആൾത്തിരക്കുള്ള ഈ സാഹചര്യത്തിൽ കടന്ന് കർത്താവ് കുട്ടി പുറത്ത് കയറി വരുന്നപ്പോൾ ഇപ്പൊ ഞാൻ വേറൊരു നിലയിൽ അത് ചിന്തിക്കുക, ആത്മീയമായിട്ടൊന്നും അവര് അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭൗതികമായിട്ടുള്ള ചില അടയാളങ്ങൾ കർത്താവ് ചെയ്യാതിരുന്നോ? കർത്താവ് അത് ചെയ്തു. കാരണം കർത്താവിന്റെ തന്റെ ലോകത്തിലേക്കുള്ള വരവ് സംബന്ധിച്ചും ഈ ലോകത്തിലുള്ള തന്റെ ജീവിതം സംബന്ധിച്ചും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചില ആൾക്കാർ വിശ്വസിച്ചില്ല എങ്കിൽ അവൻ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ
ചില ആൾക്കാർ ഇത് ഏറ്റെടുത്തില്ല. ഇസ്രായേൽ മക്കളൊന്നും അത് വിശ്വസിച്ചില്ല എന്ന് വെച്ച് കർത്താവ് അതിന്റെ ഭൗതികമായിട്ടുള്ള ചില അടയാളങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും കർത്താവ് നിവർത്തിച്ചില്ലേ? നിശ്ചയമായും നിവർത്തിച്ചിട്ടുണ്ട്. കാരണം ദൈവവചനം നിവർത്തിക്കപ്പെടുക എന്നുള്ളത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അതിനുവേണ്ടി ഒരു എഫർട്ട് എടുത്ത് അത് ചെയ്തെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൻ്റെതായിട്ടുള്ള സ്വാഭാവികമായ നിലയിൽ അത് ഫുൾഫിൽഡ് ആയി എന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യം. നോക്കിയാട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇന്ന് നമ്മുടെ എസ് ജോർജ് മാസ്റ്ററും നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, അദ്ദേഹത്തിനും ഇതിനെക്കുറിച്ചൊക്കെ വളരെ കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. നോക്കിയാട്ടെ, 21-ാം അധ്യായത്തില് അവൻ അവിടെ കയറി വന്ന് പുരുഷാരം മിക്കവരും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച് മറ്റു ചിലർ ആ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടന്ന് പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവർ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഇതേ പുരുഷാരമാണ് ചില ദിവസങ്ങൾ കഴിയുമ്പം ഇവനെ ക്രൂശിക്ക, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി എന്ന് വിളിച്ചു പറഞ്ഞത് ഇവര് തന്നെ. അതും കൂടെ നമ്മൾ ഓർത്തോണം. അപ്പം നൈമിഷികമായിട്ടുള്ള ഒരു 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 ഈ ഒരു ഇമ്പൾസിൽ അവര് ഭൗതികമായിട്ടുള്ള ഒരു വിടുതൽ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, എന്നാൽ അവര് മാനസാന്തരപ്പെടാനോ അവര് കർത്താവ് പറഞ്ഞ നിലയിൽ അതിനെ ഉൾക്കൊള്ളാനോ തയ്യാറാകാതെ അവര് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം. കർത്താവ് പറഞ്ഞ മാനസാന്തരം അവർക്ക് വേണ്ട. അവര് പാപികളാണെന്ന് അവർക്ക് സമ്മതിക്കാൻ വയ്യ. അബ്രഹാമിന്റെ മക്കളാണെന്ന് മേനി നടിക്കുകയാണ് എന്ന് പറഞ്ഞത്. ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം അത് ഭൗതികമായിട്ട് അവർക്ക് അവിശ്വസനീയമായിട്ട് ഇവൻ ആര്, ഇത് ആര് എന്ന് നമ്മൾ തിരുവനന്തപുരം ഭാഷ ചോദിക്കുന്ന പോലെ ഇവൻ ആര്, ഇതാരായി വരുന്നത്? എന്നാൽ അവർ അറിഞ്ഞോ അറിയാതെയോ അവനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കാനും അവനെ മശിഹയായിട്ട് അംഗീകരിക്കാനും തക്കവണ്ണം അവർ നിർബന്ധിതരായി തീരുന്ന ഒരു സാഹചര്യമാണ്. ഉള്ളിന്റെ ഉള്ളിൽ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും വിചാരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമ്മൾ ഈ മോബ് സൈക്കോളജി എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറഞ്ഞ പോലെ ഈ വലിയൊരു കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ചെയ്താൽ മതി, ബാക്കിയുള്ളവരൊക്കെ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു രീതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ അവര് വൃക്ഷങ്ങളൊക്കെ വെട്ടി ബ്രാഞ്ചുകളൊക്കെ എടുത്ത് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവർ യെരൂശലേം നഗരം കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു എന്ന് നമ്മളവിടെ കാണുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളും ഇങ്ങനെയൊക്കെ ഒരു എല്ലാവരും പരിത്യജിക്കപ്പെട്ടും എല്ലാവരും നിന്ദിക്കപ്പെട്ടും എല്ലാവരും അല്ലെങ്കിൽ അറക്കാനുള്ള ആടിനെ പോലെ എണ്ണി എന്നൊക്കെ വായിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ? ഇത്രയും ആൾക്കാരെ സ്തുതിക്കുന്ന നിലയിൽ എത്താനായിട്ട് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാം. അനേകർക്ക് വിശ്വസിക്കാൻ ഇടയാകത്തക്കവണ്ണം ഈ രാജാവ്, ഇതാ സ്വർഗീയ രാജാവ് മശിഹ, ആ ഇസ്രയേലിന്റെ രാജാവ് എന്ന് അവനെ കുറിച്ചുള്ള കുറ്റസംഗതി എഴുതി വെച്ചത് അവൻ ഇസ്രയേലിന്റെ രാജാവ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും എഴുതിപ്പോയി എന്ന് പിലാത്തോസ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം യഥാർത്ഥത്തിൽ അവരെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കുന്ന, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനിരിക്കുന്ന ആ രാജാവ്, അവര് മഹത്വത്തിന്റെ രാജാവിനെ അവനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്ന ആരെക്കുറിച്ചാണോ, ആ കർത്താവിത വിനിയാന്യതനായിട്ട് കഴുതക്കുട്ടി പുറത്ത് കയറി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാകാം. നമുക്കറിയാമല്ലോ, യെരൂശലേമിനെ സമീപിച്ചപ്പോൾ ലൂക്കോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കരഞ്ഞു. രണ്ട് ഭാഗത്തായി ലൂക്കോസിൽ അത് വായിക്കും. 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യെരൂശലേമേ യെരൂശലേമേ, നീ ഈ ദിവസങ്ങളിൽ നിന്റെ സമാധാനത്തിനായുള്ളത്. 13-ാം അധ്യായം ലൂക്കോസ് 13:34. ലൂക്കോസ് 13:34. യെരൂശലേമേ യെരൂശലേമേ, യെരൂശലേമിന് പുറത്തു വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്ന അസംഭവ്യമല്ലോ എന്ന് പറവീൻ. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു.
നിനക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളോ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറയുക. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയും, അവരൊക്കെ സ്തുതിക്കുന്നുണ്ട്. എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്തുതിയോ അതോ ഒന്നുമല്ല. തുടർന്ന ദിവസങ്ങളിൽ കർത്താവിനെ ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിക്കുന്നതും ഇവര് തന്നെയാണ് എന്ന് നമുക്ക് കാണാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 19-ാം അധ്യായം 41 മുതൽ നമ്മൾ വായിക്കുന്നത് അത് ഇതേ കാര്യത്തെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷൻ എഴുതിയിരിക്കുന്നതിന് തൊട്ടു താഴെയാണ് അത് വായിക്കുന്നത്. കാരണം നിങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ, അവർ ഹോശന്നാ വിളിക്കുന്നത് കണ്ടില്ലേ, കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നത് കേട്ടില്ലേ, അവരെ മിണ്ടാതാക്കണമേ എന്ന് പറയുമ്പോൾ, ഗുരുവെ അവരെ വിലക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് അതിനോട് പ്രതിവചിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ വായിക്കുന്നത്, യെരൂശലേമിനെ സമീപിച്ചപ്പോൾ അവൻ അതിനെക്കുറിച്ച് കരഞ്ഞു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴേ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലുപുറത്ത് ഞെക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം വരും. അപ്പം കർത്താവ് ആഗ്രഹിച്ചു അവരുടെ സമാധാനത്തിനായിട്ടുള്ള കാര്യം ആ ദിവസങ്ങളിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കറിയാം, AD 70 യെരൂശലേം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ആലയത്തിന്റെ കല്ലുകളെ കുറിച്ചുള്ള മേന്മയെ ഭംഗിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ കല്ലിന്മേൽ ശേഷിക്കാതെ വേണം ആയിത്തീരും എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് തന്നെ കർത്താവ് ഇവിടെ പറയുകയാണ്, സത്യത്തിൽ ഈ ദിവസങ്ങൾ നിന്റെ സമാധാനത്തിനായുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട കാലമായിരുന്നു. അതായിരുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഹിതം, നിങ്ങളെക്കുറിച്ചുള്ള ആലോചന. ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്, ദൈവം തീരുമാനിച്ചു വെച്ച ഒരു കാര്യത്തെ മനുഷ്യന് മാറ്റാനായിട്ട് കഴിയുമോ? ഞാൻ മറ്റുള്ള കാര്യങ്ങളിലൊന്നും അത് പറയുന്നില്ല. കാരണം ജീവനില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് നിശ്ചയമായും സാധ്യമാണ് എന്ന് നമുക്ക് കാണാം. എന്നാൽ അവന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവൻ ആ സ്വാതന്ത്ര്യം നൽകുകയും, ഇന്ന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തന്നെ ക്ലബ് ഹൗസിൽ വെറുക്കപ്പെടുന്ന ഒരു വാക്കായിട്ട് മാറിയേക്കുക. കാരണം മനുഷ്യന്റെ ഫ്രീ വില്ലോ സ്വാതന്ത്ര്യമോ എന്നൊക്കെ പറയുന്നത് ആരാ? അതിൽ പോലീസ് പോലെ വന്നിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് കൂട്ടത്തിൽ വന്നിരുന്നിട്ട് ഉടനെ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യും, ജയ്ദീപ് ബ്രദർ ഇവിടെ എത്തേണ്ട സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു, പുള്ളിയെ ഉടനെ പിടിക്കണം, ഉടനെ ആള് വരും, ഉടനെ കമന്റ് യുദ്ധം തുടങ്ങും. ഇതിങ്ങനെയൊക്കെയാ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത്, നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ലജ്ജയുമില്ലാതെ പിന്നെയും ഞാൻ പറയുകയാണ്, ദൈവം തന്റെ പരമാധികാരത്തിൽ തന്റെ സൃഷ്ടിയായ മനുഷ്യന് ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അവരെ അനുരൂപരാക്കുന്ന ഈ പ്രക്രിയയിൽ ഈ സ്വാതന്ത്ര്യം നൽകാതെ ദൈവത്തിനത് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മുൻ നിയമിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, അത് അവൻ ജീവന് തുല്യം സ്നേഹിക്കുകയും തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് തന്റെ പുത്രന്റെ സ്വരൂപത്തിൽ അനുകൂലരാകുവാനായിട്ട് മുൻനിയമിക്കപ്പെട്ട ഈ തന്റെ സ്നേഹഭാചനങ്ങളായിട്ടുള്ള തന്റെ മനുഷ്യന് കരുണാപാത്രങ്ങളാക്കി തീർക്കാൻ തക്കവണ്ണം ഇത്ര ദീർഘക്ഷമയോടെ സഹിച്ച ഈ കോപപാത്രങ്ങൾക്ക് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്കൊരു ലജ്ജയുമില്ല. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യന് ദൈവം അവന്റെ സ്നേഹത്തിലാണ് അവന്റെ മുൻനിർണയവും അവന്റെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ആ ദൈവവചനത്തിൽ വായിക്കുന്നത്, സ്നേഹത്തിൽ അവൻ നമ്മളെ മുൻനിയമിച്ചു. അവന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. എന്തിനാ ഈ പറഞ്ഞേക്കുന്നത്? അവനെ സ്നേഹിക്കുന്നവർക്ക്. ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുൻനിർണയമോ ദൈവത്തിന്റെ പദ്ധതികളോ നിറവേറുകയില്ല. ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം സ്നേഹത്തിൽ മുൻനിയമിച്ച കാര്യങ്ങൾ നിറവേറുകയില്ല. അത് ദൈവത്തിന്റെ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യുകയും അന്ന് കീഴടങ്ങുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് അത് നിറവേറുന്നത്. അല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് നിറവേറുകയില്ല. ദൈവം തന്റെ സ്നേഹത്തിൽ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. ദൈവം നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മളെക്കുറിച്ച് മുന്നറിവുണ്ട്, മുൻനിർണയങ്ങളുണ്ട്, ദൈവത്തിന് പദ്ധതികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് തെറ്റല്ല. അതേസമയം തന്നെ താൻ സ്നേഹിക്കുകയും താൻ അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുകയും ചെയ്യുന്ന തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കാൻ ദൈവം വിളിച്ചിരിക്കുന്നതിന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ
ഈ സ്നേഹം മനസ്സിലാക്കാനും സ്നേഹത്തോട് അർത്ഥവത്തായിട്ട് പ്രതികരിക്കാനും ആ ദൈവം. ഇസ്രായേലിനെ സംബന്ധിച്ചും ദൈവത്തിന്റെ പദ്ധതി അത് തന്നെയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിനായുള്ള കാര്യം ഈ ദിവസങ്ങളിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിഴി ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. എത്ര ശ്രേഷ്ഠമായിട്ടാ പറഞ്ഞേക്കുന്നത്. നിന്റെ സന്ദർശനത്തിൽ നിന്റെ കണ്ണിന് നിന്റെ സമാധാനത്തിനുള്ള ഇത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി വളഞ്ഞ് നാലുപുറത്ത് ഞെക്കി നിന്നെയും നിന്നുള്ളവരെ മക്കളെയും നിലത്തിട്ട് തള്ളിയിട്ട്. എത്ര ഭീകരമായ ഒരു അന്ത്യമാണ്, എത്ര ദയനീയമായ ഒരു അന്ത്യമാണ് അവർക്ക് AD 70 ഉണ്ടായത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, യെരൂശലേമിനെ നോക്കി കരഞ്ഞ് നെടുവീർപ്പിടുന്ന കർത്താവ് എന്തിനാ അങ്ങനെ അവർക്ക് ഇതൊന്നും കൊടുത്തില്ലായിരുന്നെങ്കിൽ നെടുവീർപ്പിടേണ്ട കാര്യമുണ്ടോ? അവരെ പിടിച്ച് അടിച്ച് ഡ്രാഗ് ചെയ്ത് ആ ദൈവത്തിന്റെ ഹിതത്തിലാക്കി തീർക്കാൻ പറ്റത്തില്ലേ? എന്തിനാ ഇങ്ങനെ കരയേണ്ട ആവശ്യം? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആ മഹത്വമുള്ള ആ പദ്ധതികൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത് പലർക്കും മറന്നിരിക്കുന്ന ഒരു കാര്യമാണ്. യെരൂശലേമിലുള്ള വ്യക്തികൾക്കും അന്ന് മറന്നിരുന്ന കാര്യമാണ്. എന്നാൽ ഇതാ നിന്റെ രാജാവ് കഴുതക്കൊട്ടി പുറത്ത് കയറി വരുന്നു എന്ന് നേരത്തെ നമ്മൾ വായിച്ചതുപോലെ, സൗമ്യനായി കഴുതപ്പുറത്തും വാഹനപുറത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ രാജാവിന് നമുക്ക് മഹത്വപ്പെടും. പാട്ടുകാരൻ പാടിയിട്ടുള്ളത് പോലെ, നിത്യരാജാവിവ നോർക്കുകിൽ സാർവ, നിത്യരാജാവിവ നോർക്കുകിൽ സാർവ, സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ, സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ, വാഴ്ത്തുക നീ മനമേയൻ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേയൻ പ്രിയനേ, വാഴ്ത്തുക നീ മനമേ.